പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ദോശയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടാമാവാണ്. കട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഇതിന് കൂടുതൽ നല്ലത് ഗോതമ്പിലൊക്കെ ഉണ്ടാക്കിയ അത്ര രസമില്ല. ഇത് ആട്ടയായിട്ട് കുഴപ്പമില്ല. ഇപ്പൊ ആട്ടയെ ഇരിപ്പുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിലുണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ മൈദാമാവിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറച്ച് മാത്രമേ മതി. ഒരു 4 ദോശ അത്രയും മതി. കാരണം വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്സ് ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുക. അപ്പൊ പിന്നെ ഒത്തിരി ഉണ്ടാക്കിയാലും അധികം വരും. അപ്പൊ നമുക്ക് ബാക്കി ഇതൊന്നും മാറ്റി വെക്കാം. അപ്പൊ ഞാൻ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാവ് കലക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം. നല്ലപോലെ വരും. പണ്ടൊക്കെ കൊച്ചിലേക്ക് ഉമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ മൈദാമാവിലാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നല്ല ടേസ്റ്റാണ്. നല്ല വെള്ള ദോശയ്ക്കകത്ത് തേങ്ങയും പഞ്ചസാരയും കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ചേലാണ്. നല്ല കട്ട കെട്ടാതെ നല്ല മാവിങ്ങനെ കലക്കി എടുക്കണം. ഉപ്പ് പാകത്തിനാണ് ഞാൻ നോക്കി. പിന്നെ ഇടേണ്ടി വരില്ല. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് തേങ്ങയും പഞ്ചസാരയും ഇച്ചിരി ഏലക്കയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ തിരുകി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ മതി. നമ്മൾ കുറച്ച് പഞ്ചസാര നമുക്ക് 2-3 ഏലക്കയും ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലൊരു മണം. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ ഇച്ചിരി കൂടെ ഇട്ട്. ചൂടുണ്ട് ഇവിടെ. കട്ടി വേണ്ട. എന്നിട്ട് നമുക്ക് അതിന്റെ മേളിൽ ഇങ്ങനെ തേങ്ങ ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കും. ആ മാവിന്റെ ആ ഒരു എന്താ പറയുക, ദോശ ആ ഒരു വേവുന്നതിന് മുമ്പുള്ള ആ ഒരു ഇതിൽ വെച്ചങ്ങ് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതിനകത്ത് ഒത്തി പിടിച്ചിരുന്നു. ഇച്ചിരി
വെളിച്ചെണ്ണ ഇങ്ങനെ അതിന്റെ മേളിൽ ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ പതുക്കെ തിരിച്ചിട്ട് കൊടുത്തേട്ടോ. ഞാൻ വിചാരിച്ച് പാൻ ആയണ്ടേ, ദോശക്കെല്ലാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ എടുക്കാം. പാനിനകത്ത് ഇങ്ങനെ ചട്ടവും പിടിക്കുമ്പോഴത്തേക്കൊരു ദോശ പിടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ദോശ ഫ്ലോപ്പായിരുന്നു. ദോശ തിരിച്ചിട്ട് കൊടുത്തു. ഇത് നമുക്കിങ്ങനെ തിരിച്ചിടാതെ എടുക്കാം. നമുക്കിങ്ങനെ ആ തേങ്ങ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് അതിന് ജസ്റ്റ് ഇങ്ങനെ മടക്കിയും വെച്ച് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ മറു സൈഡ് വെന്തില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിന്നത്തില്ല. പക്ഷെ അങ്ങനെയും വെച്ച് കൊടുക്കാം നല്ല വേവുമ്പോ. ഇപ്പൊ 2 എണ്ണം ചുട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ദോശ നല്ല അടിപൊളിയായിട്ട് വന്നു. സെക്കൻഡ് ദോശ ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയി. അത് ഈ പാനിനകത്ത് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ചില സമയം ഇങ്ങനെ പിടിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ 3ാമത്തെ ദോശയാണിത്. അപ്പൊ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോ കാണാം. ബൈ. അവിടെ ഉണ്ടാക്കിയ ചിലപ്പം കഴിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആകത്തില്ലേ. അതുമല്ല സന്ധ്യ സമയം കൂടെ എനിക്ക് ചോറൊക്കെ കഴിക്കണ്ടേ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇരിക്കാം. ദോശ ഇച്ചിരി മൊരിച്ചതാണ്. എനിക്കങ്ങനെ മൊരിച്ചെടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നോക്കട്ടെ. സംഭവം കൊള്ളാം. വേണ്ട സച്ചി കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ടേസ്റ്റ് ഇല്ല? നല്ല മൊരിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇറക്കി വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ തേങ്ങ ഇച്ചിരിയൊക്കെ പുറത്ത് പോകും നമ്മൾ തിരിച്ചിടുമ്പോഴേക്ക്. എന്നാലും നല്ല അതിൻ്റെ മാവിലോട്ട് നല്ല മിക്സ് ആയിരിക്കും ദോശയിലോട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവരും ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ചായയുടെ കൂടെ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് എടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും ലവ് യു ആൻഡ് ബൈ.